നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. കുട്ടികൾ ചിരിക്കുന്ന ലോകം സ്വപ്നം കണ്ട ചാച്ചാ നെഹ്റുവിന്റെ ഓർമ്മകളുമായി ഒരു ശിശുദിനം കൂടി കടന്നുപോകുന്നു. രാജ്യം ശിശുദിനാഘോഷത്തിൽ. അവഗണിക്കാനാവാത്തവർ. ഗാന്ധിയെയും നെഹ്റുവിനെയും വില കുറച്ച് കാണുവാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾ അംഗീകരിക്കില്ലെന്ന് KC വേണുഗോപാൽ MP. അലക്കിത്തേച്ച് വെടിപ്പാക്കിയ കുപ്പായവുമിട്ട് എത്തുന്ന ഈ അതിഥികളും ഇനി കുട്ടനാട്ടിന് അന്യമാകുമോ? ചാച്ചാജിയുടെ ജന്മദിനാഘോഷം ശിശുദിനമായി രാജ്യമെങ്ങും ആഘോഷിക്കുമ്പോൾ ശിശുദിന വാർത്തയുമായി ആരതി പ്രകാശ്. നമസ്കാരം. ശിശുദിന വാർത്തകളിലേക്ക് സ്വാഗതം. ഒരു ശിശുദിനം കൂടി കടന്നുപോകുന്നു. കുട്ടികളുടെ കൂട്ടുകാരനായിരുന്ന ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. 10 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ ഇന്ദിരയ്ക്ക് നെഹ്റു അയച്ച കത്തുകളാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകം. ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന് ചിന്തിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ഇതിൽ നെഹ്റു മകളോട് പറയുന്നു. അപ്പോൾ നമ്മളെ കുറിച്ച് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള കൂട്ടുകാരെ കുറിച്ചും കൂടി നമ്മൾ ആലോചിക്കണം. നമുക്ക് അച്ഛനമ്മമാരുടെയും ബന്ധുജനങ്ങളുടെയും ഒക്കെ തണലിൽ ഏതാണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി പഠിക്കാനും കളിക്കാനും ഒക്കെ ആകുന്നുണ്ട്. ശിശുദിനത്തിൽ വർണ്ണാഭമായ ഘോഷയാത്ര നടത്താനും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യാനും നമുക്ക് കഴിയുന്നു. ഉത്സവ സമ്മാനമായ ഈ കാഴ്ചകൾക്കപ്പുറം അനാഥ ബാല്യങ്ങളുടെ നിറം മങ്ങിയ ഒരു ലോകമുണ്ടെന്ന് എത്ര കൂട്ടുകാർക്കറിയാം? വൃത്തികെട്ട ചേരുകളിലും അപകട സാധ്യതയേറിയ വ്യവസായശാലകളിലും മരിച്ചു ജീവിക്കുന്ന ബാല്യത്തിന്റെ ദൈന്യതകൾ എന്നാണ് അവസാനിക്കുക? ലോകത്താകമാനം 25 കോടിയോളം കുട്ടിത്തൊഴിലാളികൾ ഒരു നേരത്തെ വിശപ്പടക്കാൻ വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയാണ്. നഗര ഗ്രാമാന്തരങ്ങളിൽ പകലന്തിയോളം പണിയെടുക്കുന്ന ഈ കുട്ടികൾക്കും നമ്മുടേതിന് തുല്യമായ അവകാശങ്ങളില്ലേ? സ്കൂളിൽ പോകാനും പഠിക്കാനും പഠിച്ച് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകേണ്ടവരല്ലേ ഈ കുരുന്നുകളും? കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ ആത്മാഭിമാനത്തോടെ ഭാരതീയരായി ജീവിക്കാൻ ഇവർക്ക് എന്നാണ് അവസരമുണ്ടാവുക? ശിശുദിനത്തിൽ എല്ലാവർക്കും ഊഷ്മളമായ ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് KCV വാർത്തകൾക്കൊപ്പം ഞാൻ ആരതി പ്രകാശ്. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ചെയ്ത സൽപ്രവർത്തികൾ വില കുറച്ച് കാണാൻ ഭരണകർത്താക്കൾ ശ്രമിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ലെന്ന് KC വേണുഗോപാൽ MP. ആലപ്പുഴ DCC ഓഫീസിൽ ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ഒരുപാട് ചിന്താഗതിക്കാരുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഏറ്റവും രൂക്ഷമായ ചിന്തകളുണ്ടായിരുന്നു, ആശയവിനിമയം ഉണ്ടായിരുന്നു. ഇതിലേറെ പണ്ഡിറ്റ് മഹാത്മാഗാന്ധിയെ പോലും എതിർക്കാവുന്ന ശക്തി ഉണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് ഒരു തവണ മഹാത്മാജിയുടെ സ്ഥാനാർത്ഥിക്കെതിരായി മത്സരിച്ച ആളായിരുന്നു. കോൺഗ്രസ് അകത്ത് ശക്തമായ ചേരിയില്ലായിരുന്നു. മുതലാളിത്തത്തിന്റെ ചാരി നിൽക്കുന്ന ആളുകൾ കോൺഗ്രസ് അകത്തുണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് ആശയം ഉണ്ടായിരുന്നു. കോൺഗ്രസിനകത്തെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, സോഷ്യലിസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ജീവവായുവായി അംഗീകരിപ്പിക്കാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഐഡിയോളജി ആയിരുന്നു ഏറ്റവും മുന്നുണ്ടായിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
socialism is thus for me not merely an economic doctrine which I favor. It is a vital creed which I hold with all my head and soul. സോഷ്യലിസം എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രം മാത്രമല്ല, ആ ഒരു എക്കണോമിക് തത്വശാസ്ത്രം മാത്രമല്ല, അതിനപ്പുറത്തായിട്ട് എന്റെ ശിരസ്സും ആത്മാവും കൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്ന മഹത്തരമായിട്ടുള്ള ഒരു വലിയ ശാസ്ത്രമാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1936 ലക്നൗ കോൺഗ്രസിന്റെ അധ്യക്ഷ പ്രസംഗം നടത്തിയത് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വർഗീയ ശക്തികൾക്ക് നെഹ്റുവിന്റെ പ്രവർത്തന രീതികൾ അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രാവർത്തികമാക്കിയ ജനനേതാവായിരുന്നു നെഹ്റുവെന്നും KC പറഞ്ഞു. ആലപ്പുഴ DCC പ്രസിഡന്റ് A. ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. P. നാരായണൻകുട്ടി, D. കൃഷ്ണൻ നായർ, സുനിൽ P. ഉമ്മൻ, D. സുഗതൻ എന്നിവർ സംസാരിച്ചു. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിക്കായി നിലമൊരുക്കൽ തുടങ്ങിയതോടെ കൊക്കുകളും നീർക്കാക്കകളും എത്തിത്തുടങ്ങി. നാടൻ കൊക്കുകൾക്ക് പുറമെ വിദേശീയിനം പക്ഷികളും പഴയ കാലത്ത് കൂട്ടമായി എത്തിയിരുന്നു. വെള്ളം വറ്റിക്കുന്ന പാടശേഖരങ്ങളിൽ തീറ്റ തേടിയാണ് ഇവ എത്തുന്നത്. എല്ലാ വർഷവും പുഞ്ച സീസണിലും കൊയ്ത്തുകാലത്തുമാണ് നീർപക്ഷികൾ കുട്ടനാടൻ പാടശേഖരങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് കൃഷിക്കായി നിലമൊരുക്കുമ്പോൾ പോള വാരി നീക്കാൻ പോലും കൃഷിക്കാരും കർഷകരും മിനക്കെടാറില്ല. അതിനു പകരം കളനാശിനി അടിച്ച് പോള അഴുക്കിക്കളയുന്നു. ഈ കളനാശിനികളും കീടനാശിനിയും രാസവളത്തിന്റെ അവശിഷ്ടങ്ങളുമെല്ലാം പൊതുജലാശയങ്ങളിലേക്കാണ് എത്തുന്നത്. മത്സ്യമടക്കമുള്ള ജലജീവികളും അവയെ തിന്നുന്ന പക്ഷികളും പരിസ്ഥിതിയും മനുഷ്യനുമെല്ലാം ക്രമേണ ഈ വിഷത്തിൽ മുങ്ങിത്താഴുന്നു. പാടശേഖരങ്ങളിൽ മിത്രകീടങ്ങൾ ഇല്ലാതാവുന്നതോടെ ശത്രുകീടങ്ങളെ തുരത്താൻ വീണ്ടും വിഷപ്രയോഗം. വിഷമേറ്റ് ചത്തുവീഴുന്ന കീടങ്ങളെ തിന്നുന്ന പക്ഷികളും വംശനാശ ഭീഷണിയിലാണ്. നാടൻ പക്ഷികൾക്ക് പുറമെ വിദേശയിനം കൊക്കുകളായ വർണ്ണക്കൊക്കുകളും അന്റാർട്ടിക്കയിൽ നിന്നുള്ള ഗോഡ്സ്വീറ്റ്, സ്പൂൺബിൽ, പെലിക്കൺസ് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പക്ഷികളാണ് കുട്ടനാടൻ പാടശേഖരങ്ങളിലേക്ക് എത്തുന്നത്. നമ്മുടെ പരിസ്ഥിതിയും ജൈവ വൈവിധ്യവുമെല്ലാം അതിജീവനത്തിന്റെ മാർഗം തേടുകയാണ്. പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ഉപഭോഗവും പരിസ്ഥിതി മലിനീകരണവുമാണ് ഈ അവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചത്. കാലാവസ്ഥ മാറിമറിയുന്നു. കാർഷിക കലണ്ടറിന്റെ പ്രസക്തി നഷ്ടമാകുന്നു. വിദ്യാർത്ഥികളിലും യുവതലമുറയിലും പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരം. അതിനാവശ്യമായ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ സർക്കാരും പ്രകൃതി സ്നേഹികളും സംഘടനകളും ഒന്നിച്ചേ മതിയാവും. കുട്ടനാടൻ പാടശേഖരങ്ങളിലെ ഈ കാഴ്ചകളും വരും വർഷങ്ങളിൽ നമുക്ക് അന്യമാകും. വരും തലമുറയോടും പക്ഷിശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ സലീം അലിം അടക്കമുള്ള പരിസ്ഥിതി സ്നേഹികളോടും നമ്മൾ എന്ത് മറുപടി പറയും? ക്യാമറാമാൻ ജിമ്മിച്ചനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCU വാർത്തകൾ. വീട് തകർന്ന കുടുംബത്തിന് സഹായവുമായി കൈനഗരി ഗ്രാമപഞ്ചായത്ത്. കൈനഗരി 2-ാം വാർഡിൽ ഊരിക്കരിച്ചിറ വീട്ടിൽ വിവേകാനന്ദനാണ് കൈനഗരി ഗ്രാമപഞ്ചായത്ത് വീട് പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തത്. കഴിഞ്ഞ 4 വർഷമായി കിടപ്പിലായ വിവേകാനന്ദന്റെ വീട് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ നിലം പൊത്തിയ വാർത്ത KCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡിഗ്രിക്കും +2-നും പഠിക്കുന്ന 2 പെൺകുട്ടികളുടെ പഠനവും ചികിത്സയ്ക്കായി ഓരോ മാസവും വലിയൊരു തുകയും ചിലവാകുന്നുണ്ട്. ഭാര്യ പ്രിയമ്മ കൂലിപ്പണി ചെയ്താണ് ഇതെല്ലാം നോക്കിയിരുന്നത്. ഇതിനിടെ വീടും തകർന്നതോടെ ഈ കുടുംബം തീർത്തും നിരാലംബരായി. ഈ വാർത്ത KCV സംപ്രേഷണം ചെയ്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഇടപെട്ട് വീട് പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സുധിമോൻ, KA. പ്രമോദ്, KS. അനിൽകുമാർ, സുനിൽ P. പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിവേകാനന്ദന്റെ വീട്ടിലെത്തിയാണ് ആവശ്യമായ സഹായങ്ങൾ ചെയ്തത്. ഈ കുടുംബത്തിന്റെ ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനുമായി സഹായിക്കാൻ താൽപര്യമുള്ള സമിതികൾക്കും സംഘടനകൾക്കും വ്യക്തികൾക്കും 9744519139 എന്ന നമ്പറിൽ വിളിക്കാം. മങ്കൊമ്പ് YMPAC ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ കലാമത്സരങ്ങളും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. ഗ്രന്ഥശാല അങ്കണം, മങ്കൊമ്പ് ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് പരിപാടി നടന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മുൻ ഗ്രന്ഥശാല പ്രസിഡന്റ് K. ഭരതൻ നായർ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ വയലാർ ഗോപാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 250 മൈൽ സ്പീഡിലോടുന്ന ഒരു വണ്ടിക്കകത്ത് ട്രെയിനകത്ത് ഇരുന്നാൽ 250 മൈലോളം വണ്ടി പോയാലും ആ റെയിൽവേ പാതയ്ക്ക് ഇരു സൈഡിലുമുള്ള സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ അത്രയും വലിയൊരാളുടെ മകനാണ്. അവനാണ് എന്നോട് പഠിക്കുന്നത്. അതുകൊണ്ട് അറിഞ്ഞില്ല, നിനക്ക് യാതൊരു നാണക്കേടുമില്ല.
ആ നെഹ്റുവാണ് പിൽക്കാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന് കല്ല് വാങ്ങിച്ചു. ആഗാഖാൻ ജയിൽ ഉൾപ്പെടെയുള്ള ജയിലുകളിൽ അദ്ദേഹം കിടന്നു. ഗാന്ധിജിയുടെ ഉപദേശവും ശിഷ്യത്വവും സ്വീകരിച്ച് ഉന്നതമായ രംഗത്തേക്ക്. നെഹ്റുവിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആകുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സാധാരണ ഒരു ഉദ്യോഗം കൂടിയാണ്. എസ് ജതീന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. പി മനോജ്, എസ് ആർ അയ്യപ്പ പ്രസാദ്, എ കെ സജൻ ഐലിക്കരി, എസ് ബാലകൃഷ്ണ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 1 മുതൽ 10 വരെ ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് വിതരണവും ചെയ്തു. കാവാലത്ത് സ്റ്റേ കിടക്കുന്ന KSRTCയിലേക്ക് ജീവനക്കാർക്ക് തങ്ങാനുള്ള കെട്ടിടം തുറന്നു കൊടുക്കുക, ബസ് സ്റ്റാൻഡിൽ മീൻചന്ത തുടങ്ങാനുള്ള പഞ്ചായത്തിന്റെ ശ്രമങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാവാലം പൌരസമിതിയുടെ നേതൃത്വത്തിൽ കാവാലം ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് സൂര്യ ക്ലബ് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ശബരിമല ക്ഷേത്രത്തോടും അയ്യപ്പ ഭക്തരോടും കേരള സർക്കാർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി കൂട്ടധർണ സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 4-ന് കിടങ്ങറ കൊച്ചമ്പലം ജംഗ്ഷനിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ധർണ. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഹരിദാസ് ധർണ ഉദ്ഘാടനം ചെയ്യും. ആനന്ദൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നവംബർ 15-16 തീയതികളിൽ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൌണ്ടിൽ നടക്കുമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ജിമ്മി കെ ജോസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2000-ലധികം കായിക താരങ്ങൾ ഈ മേളയിൽ പങ്കെടുക്കും. 103 ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിലാണ് കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നത്. ഇത് കൂടാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 2 വിഭാഗങ്ങളിലെ ക്രോസ് കൺട്രി റേസ് മത്സരവും ഉണ്ടായിരിക്കും. ജില്ലാ മത്സരത്തിൽ വിജയികളാകുന്ന കുട്ടികൾക്ക് ഈ മാസം 20 മുതൽ
തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. ഈ 2 ദിവസവും മേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഒഫീഷ്യൽസിനും ഭക്ഷണവും താമസ സൗകര്യവും ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 15-ന് രാവിലെ 9:30 ഉദ്ഘാടന സമ്മേളനം. ജില്ലയിലെ 11 വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നായി 2000-ഓളം കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 103 ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 15-ന് നടക്കുന്ന കായികമേളയുടെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭാകരി ഉദ്ഘാടനം ചെയ്യുമെന്നും ജിമ്മി കെ ജോസ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ PA ജോൺ ബോസ്കോ, S അനിൽകുമാർ, NT രാമദാസ്, S ധനപാൽ, VK പ്രദീപ് ചന്ദ്രൻ, KS പ്രദീപൻ, ജോയി ആന്റണി എന്നിവരും പങ്കെടുത്തു. പള്ളത്തുരുത്തി ശംസിയ മദ്രസയുടെ പുനർനിർമ്മാണ ശിലാസ്ഥാപന കർമ്മം നവംബർ 16-ന് ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസലിയാർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മതവിജ്ഞാന രംഗത്ത് മികവാർന്ന സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ശംസിയ മദ്രസയുടെ പുനർനിർമ്മാണ ശിലാസ്ഥാപന കർമ്മം നവംബർ 16 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. ഇതിനു മുന്നോടിയായി നവംബർ 15 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് മതവിജ്ഞാന സദസ്സ് മദ്രസകൾ മാനവകുലത്തിന് എന്ന വിഷയത്തിൽ നെല്ലിക്കുഴി ഇസ്മായിൽ സഖാഫി പ്രഭാഷണം നടത്തും. മഹൽ ഇമാം ഹാഫിദ് ഹനീഫ് സഖാഫി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 16-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ജമാഅത്ത് പ്രസിഡന്റ് K ലിയാഖത്തിന്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹാമിദ് ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ശിലാസ്ഥാപനം നിർവഹിക്കും. നവംബർ 15-ന് മതവിജ്ഞാന സദസ്സ് നടക്കും. മദ്രസകൾ മാനവകുലത്തിനെന്ന വിഷയത്തിൽ നെല്ലിക്കുഴി ഇസ്മയിൽ സഖാഫി പ്രഭാഷണം നടത്തും. 16-ന് നടക്കുന്ന പൊതുസമ്മേളനം സയ്യിദ് ഫാമിദ് ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സുന്നി ജയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ശിലാസ്ഥാപനം നിർവഹിക്കും. സയ്യിദ് ഹസൽ തങ്ങൾ ചേലാട്ട് ദുആ നടത്തും. വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് PMS ആറ്റക്കോയത്തങ്ങൾ, MA ഹനീഫ് മൗലവി, K ലിയാഖത്ത്, EA ബഷീർ, K സൂരജ് എന്നിവർ പങ്കെടുത്തു. തൊമ്മി മെമ്മോറിയൽ ഫ്രാമ്പിക്കൽ ഫാമിലി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ അനുസ്മരണ ദിനവും കുടുംബസംഗമവും നവംബർ 16-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബ സംഗമത്തോടനുബന്ധിച്ച് രാജു സ്രാമ്പിക്കൽ, ബോസ് സ്രാമ്പിക്കൽ എന്നിവർ ചേർന്ന് രചിച്ച സ്രാമ്പിക്കൽ കുരിശുപള്ളിയും CMA സഭാ ഉത്സവവും എന്ന കുടുംബ ചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്യും. ചങ്ങരംപറമ്പിൽ വെച്ച് നടക്കുന്ന സമ്മേളനം ആലപ്പുഴ രൂപത വികാരി ജനറൽ പയസ് ആറാട്ടുകളം ഉദ്ഘാടനം ചെയ്യും. ഇതൊരു കുടുംബചരിത്രമാണെങ്കിൽ പോലും ഇത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രമാണ്. സഭയുടെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ പൂർണ്ണമായിട്ടും ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് CMA സഭയുടെ സ്ഥാപനവും ചാവറ കുര്യാക്കോസ് അച്ഛനും. CMA സഭയുടെ സ്ഥാപനം നടക്കുന്നത് 1829 നവംബർ 1-ാം തീയതിയാണ് അനുമതി കൊടുക്കുന്നത്. ആ ദിവസം അതോടൊപ്പം തന്നെയാണ് പള്ളിത്തോട്ടിൽ, അന്ന് മനക്കോടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് പള്ളിത്തോട്. പള്ളിത്തോട് എന്നുള്ള പേരുണ്ടായിട്ടില്ല. അന്ന് മനക്കോടത്ത് ഒരു കുരിശുപള്ളിക്ക് കൂടെ അനുമതി കൊടുക്കുകയാണ്. ഇത് രണ്ടും ഒരേ സമയത്താണ് നടക്കുന്നത്. ഇതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ CMA സഭയുടെ സ്ഥാപകരായിട്ടുള്ള പോരുക്കുരു തോമാ കത്തനാരും പാലക്കൽ തോമാ കത്തനാരും ഈ സ്രാമ്പിക്കൽ കുടുംബവും അടക്കമുള്ള കുറെ സുറിയാനിക്കാരും അതോടൊപ്പം തന്നെ അഞ്ഞൂറ്റിക്കാര് എന്ന് പറയുന്ന ഒരു കൂട്ടരും കൂടെ ചേർന്നുള്ള വാർത്താ സമ്മേളനത്തിൽ രാജു സ്രാമ്പിക്കൽ, ബോസ് സ്രാമ്പിക്കൽ, എഡിസൺ, ആഞ്ചലോസ് എന്നിവർ പങ്കെടുത്തു. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ പ്രമേഹ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹോസ്പിറ്റൽ അങ്കണത്തിൽ നടന്ന ക്യാമ്പ് CF തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോസഫ് തോമ്പുങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ അനുപമ നായർ, തങ്കച്ചൻ KJ, ഡോക്ടർ N രാധാകൃഷ്ണൻ, CJ ജോസഫ്, പോൾ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു.
തുടർന്ന് പ്രമേഹ ബോധവൽക്കരണ നാടകവും നടന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ എന്റെ ജീവിതശൈലി കാരണം എനിക്കോ ഷുഗർ വന്നു. ഇനി നമ്മുടെ മകനെങ്കിലും അത് വരാൻ നോക്കണം. നാളെ നമുക്ക് പുതിയൊരു ജീവിതശൈലി തന്നെ പടുത്തുയർത്തണം. ഞാൻ പലപ്പോഴും ഇച്ചാണ്ട് പറയണമെന്ന് വിചാരിച്ചാ നമുക്ക് നമ്മുടെ ജീവിതശൈലി മാറ്റി പടുത്തുള്ളൂ. അപ്പോഴത്തേക്ക് വീട്ടുകാരെ നോക്കാം, അവർ പ്രകൃതിദത്തമായ ഭക്ഷണം കഴിക്കുന്നത്. നമ്മളെപ്പോഴും പുറത്തു പോയി ഒരു ജോലിയും ചെയ്യാതെ ഓഫീസിൽ പോയി സാനിറ്റിട്ട് വന്നിട്ട് നമ്മൾ ചുമ്മാ കുത്തിയിരിക്കും ടിവിയുടെ മുന്നിൽ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട്. നമുക്ക് ഇനി മുതൽ നല്ല പ്രകൃതിദത്തമായ ഭക്ഷണം കഴിച്ച് ഈ ഓയിലും പഞ്ചസാര ഒത്തിരി കുറച്ചിടും വറുത്തും പൊടിച്ചും എല്ലാം ഉപയോഗിച്ച് നമുക്ക് നാളെ എക്സസൈസ് ചെയ്യാം. ഞാനും വരാം. നീ അവനെ കൂടെ വിളിക്കും. എന്റെ ജീവിതശൈലി കാരണം എനിക്കോ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഇനി നിനക്കെങ്കിലും അത് വരാതെ നോക്കണം. നാളെ തൊട്ട് പുതിയൊരു ജീവിതശൈലി വേണം. ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം ദിനംപ്രതി പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക, ഒപ്പം പ്രമേഹ രോഗികളെ കണ്ടെത്തി ആവശ്യമായ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇന്ന് നവംബർ 14 ലോക പ്രമേഹ ദിനം. ഇത് ഇൻസുലിൻ എന്ന മരുന്ന് കണ്ടുപിടിച്ച ബാൻഡിങ്ങിന്റെ ജന്മദിനമാണ്. ഈ ഒരു ദിവസത്തിൽ നമ്മൾ ആ പ്രമേഹ രോഗത്തെക്കുറിച്ചും അതിന്റെ സങ്കീർണതകളെ കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ രാവിലെ ഒരു ബോധവൽക്കരണ യാത്ര സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം സങ്കീർണതകളെ കുറിച്ച് സ്ക്രീനിംഗ് ചെയ്യുന്നതിനായിട്ട് എല്ലാ രോഗികൾക്കും സ്ക്രീനിംഗ് ചെയ്യുന്നതിനായിട്ട് നിരവധി പരിശോധനകൾ സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പാദപരിശോധന, HbA1c, മൂത്രത്തിലെ കിഡ്നിയുടെ പ്രവർത്തനം നോക്കുന്നതിനായിട്ടുള്ള ആൽബുമിന്റെ അളവിന്റെ പരിശോധന, അങ്ങനെ നിരവധി ടെസ്റ്റുകൾ സൗജന്യമായിട്ട് രോഗികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അമിതമായ ദാഹം, ശരീരം വല്ലാതെ മെലിയുക, അമിതമായ വിശപ്പ്, ശരീരഭാരം വളരെ കുറയുക, ഇങ്ങനെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം, കാലുകൾക്ക് പെരുപ്പ്, തരിപ്പ്, മരവിപ്പ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണണം. രക്തപരിശോധന നടത്തി പ്രമേഹ രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയും വേണം. ചരമവാർത്തകൾ. കാവാലം കിഴക്കേ ചേന്നങ്കരി പുളിക്കേഴത്ത് സോമശേഖരൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കടപ്രം മാന്നാർ ഐക്കരത്തറയിൽ കുഞ്ഞുകുഞ്ഞ് നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുട്ടമംഗലം മാളികച്ചിറ വീട്ടിൽ കാർത്തിയായനി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കുട്ടികൾ ചിരിക്കുന്ന ലോകം സ്വപ്നം കണ്ട ചാച്ചാ നെഹ്റുവിന്റെ ഓർമ്മകളുമായി ഒരു ശിശുദിനം കൂടി കടന്നുപോകുന്നു. രാജ്യം ശിശുദിനാഘോഷത്തിൽ. അവഗണിക്കാനാവാത്തവർ. ഗാന്ധിയെയും നെഹ്റുവിനെയും വില കുറച്ച് കാണുവാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾ അംഗീകരിക്കില്ലെന്ന് KC വേണുഗോപാൽ MP. അലക്കിത്തേച്ച് വെടിപ്പാക്കിയ കുപ്പായവുമിട്ട് എത്തുന്ന ഈ അതിഥികളും ഇനി കുട്ടനാട്ടിന് അന്യമാകുമോ? വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.